ഏറ്റവും പ്രധാനപ്പെട്ടതും ബുദ്ധിമുട്ടുള്ളതുമായ ഒരു തീരുമാനമല്ല ഒരു പ്രോജക്റ്റ് പരിഗണിച്ചത് എന്താണെന്ന് വെച്ചാൽ മാസ്റ്റർ പ്ലാൻ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റാണ്. നിങ്ങൾക്കറിയാം, ശബരിമല കാണുന്നവർക്കൊക്കെ അറിയാം, അവിടെ മാസ്റ്റർ പ്ലാൻ പറയുന്നത് ആ ശ്രീകോവിലിനും 18-ാം പടിയുടെ മുകളിൽ ശ്രീകോവിൽ, അവിടെ നാഗരുടെ ക്ഷേത്രം, ഗണപതി ക്ഷേത്രം, ആ തിരുമുറ്റത്ത് വേറെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇതാണ് മാസ്റ്റർ പ്ലാൻ പറയുന്നതും ഭക്തജനങ്ങൾ പറയുന്നത്. എന്നാൽ ഇപ്പോൾ അവിടെ അങ്ങനെയല്ല. ഇടതുവശത്തേക്ക് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസ്, രസീത് വിൽക്കുന്ന സ്ഥലങ്ങൾ, അതിനപ്പുറത്ത് മേൽശാന്തി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ താമസിക്കുന്നു, ഇപ്പുറത്ത് തന്ത്രി താമസിക്കുന്നു, കൂടെ അനുചരന്മാർ ഒരുപാട് പേരുണ്ട്, അതിന് താഴെ എക്സിക്യൂട്ടീവ് ഓഫീസർ താമസിക്കുന്നു. ഇതിൻ്റെയൊക്കെ ടോയ്ലറ്റുകളോട് കൂടി ഈ ക്ഷേത്രത്തിന് ചുറ്റും ആളുകൾ താമസിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു കമാൻഡുണ്ട്, 12 കോലോ അതിനുള്ളിൽ ഉള്ള സ്ഥലത്തൊന്നും വരാൻ പാടില്ല. അത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രസരണ കേന്ദ്രമാണ്, അതിനകത്തൊന്നും ഇത് വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരെ ഇത് മാറ്റണമെങ്കിൽ അത്ര എളുപ്പമല്ല. അതിന് പരിപാടിയൊക്കെ പദ്ധതിയൊക്കെ ഉണ്ട്. അത് വളരെ വലിയ പദ്ധതിയാണ്. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഫേസ്ഡായിട്ട് നമുക്ക് ഈ താമസക്കാരെങ്കിലും അവിടെ നിന്ന് മാറ്റി ക്ഷേത്രത്തെ മോചിപ്പിക്കാൻ സാധിക്കുമോ? ക്ഷേത്രത്തിൻ്റെ അവിടെ ഒരു മേൽപ്പാലം ഉണ്ടല്ലോ, മേൽപ്പാലം പാടില്ലെന്നാണ് മാസ്റ്റർ പ്ലാൻ പറയുന്നത്. ഇനി പോലീസുമായിട്ടൊക്കെ സംസാരിക്കണം. പക്ഷേ ഈ തന്ത്രിയെയും മേൽശാന്തിയെയും എക്സിക്യൂട്ടീവ് ഓഫീസറെയും ദയവ് ചെയ്ത് അയ്യപ്പനിൽ നിന്ന് കുറച്ച് മാറ്റാനുള്ള ഒരു ഏർപ്പാട് ചെയ്ത് അവർക്ക് താമസിക്കാൻ ഒരു സ്ഥലം കൊടുക്കുക. അവർക്കൊരു പാലം പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വന്നാൽ മതി. അത് 27-ാം തീയതി ഇതിൻ്റെ ആർക്കിടെക്റ്റിനെ കൂടെ ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. സ്ഥലത്ത് പോയി നിന്നെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വളരെ പ്രയാസമുള്ളൊരു സംഗതിയാണ്. കാരണം ഇവരെയൊക്കെ താമസിപ്പിക്കുകയും വേണം, അതേസമയത്ത് ഈ കൺസ്ട്രക്ഷൻ നടക്കുകയും വേണം. ഇതെല്ലാം 9 മാസത്തിനുള്ളിൽ നടക്കുകയോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ, പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊരു പ്രയോറിറ്റി ഐറ്റമായിട്ട് എടുക്കണം എന്നാണ് എൻ്റെ വിചാരം. കാരണം അത് ക്ഷേത്രത്തിൻ്റെ വിശുദ്ധിയെ ബാധിക്കുന്ന കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ ഗാർബേജ് ഡിസ്പോസലിനുള്ള ചില പുതിയ ശാസ്ത്രീയമായിട്ടുള്ള ആശയങ്ങൾ വന്നു, അതും പരിശോധിക്കും. പൊതുവായിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മളവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ വരുന്ന ഭക്തജനങ്ങളുടെ തീർത്ഥാടനത്തിൻ്റെ ഒരു ക്വാളിറ്റി, അതിൻ്റെ ഒരു ആത്മീയമായിട്ടുള്ളൊരു നിലവാരം വർദ്ധിപ്പിക്കാനും അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സാധിക്കുന്ന തരത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഈ വർഷത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് പറയുന്നത്. ഇനിയിപ്പോൾ ജനുവരി ആദ്യ വാരത്തിൽ നമ്മൾ ഹൈ പവർ കമ്മിറ്റി തന്നെ വയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ചില കാര്യങ്ങൾ നിർണ്ണയിച്ച് മുമ്പോട്ട് പോകും.